Let us begin the class. Which is the capital of India? New Delhi. Very good. Which is the capital of Kerala? Trivandrum. Good. Trivandrum situates at the southern part of Kerala. Trivandrum was the headquarters of the Travancore royalty. തോരാതെ പെയ്യുന്ന തേന്മഴത്തുള്ളികൾ കുഞ്ഞുങ്ങളായിരം പൂക്കളിൽ തോരാതെ പെയ്യുന്ന തേന്മഴത്തുള്ളികൾ കാണാതെ പോവരുതാരുമി പിഞ്ചുകിനാവുകളെ കേൾക്കാതെ വിധിക്കരുതാരും നെഞ്ചിൻ നേരുകളെ മൊഴിയാത്തൊരു വാക്കിൽ വാടാം പൂവാടികളോ വിടരാത്തൊരു ചിരിയിൽ തേടാം തേനൊലിച്ചെന്തുകളോ. ഒന്നു ചിരിച്ചാൽ ചിലങ്കയിട്ടി കിങ്ങിണിയോടി വരും, ഒന്നു തലോടിയാൽ അയഞ്ഞ വീണകൾ ഉണർന്നു പാടിയിടും. ഒരു വാക്കിൽ ആയിരത്തിൻ കാതുണർത്തിടാം, ഒരു നോക്കിൽ കോടികൾ തൻ കനലു തീർത്തിടാം. കുഞ്ഞുങ്ങളായിരം പൂക്കളിൽ തോരാതെ പെയ്യുന്ന തേന്മഴത്തുള്ളികൾ India is my country. All Indians are my brothers and sisters. ടീച്ചറെ, എന്തൊരു മാറ്റമാണ് കുട്ടികളെ. ആ ഇബ്രാഹിം ഇന്ന് ക്ലാസ്സിലെ 2ാം റാങ്കാ. എന്തൊരു ആക്റ്റീവ് അവൻ. അടുത്ത ടൈമിൽ അവനെ ഞാൻ ക്ലാസ് ലീഡർ ആക്കാൻ പോവാ. ഇപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാൻ നോക്കുമ്പോ അവനുണ്ടല്ലോ ഇന്നലെ ബോർഡിൽ എഴുതിയത് വളരെ നന്നായിട്ട് വായിക്കുന്നു. ട്രീസേക്കാൾ നന്നായിട്ട് വായിക്കുന്നു. അത് എന്റെ കണ്ണു നിറഞ്ഞത്. ഈ ഒരു സിനിമയിൽ പല ഈസി വഴികളുണ്ടായിരുന്നു, അവലംബിച്ചു. സ്ക്രിപ്റ്റിംഗിൽ തന്നെ പല എസ്കേപ്പിസും. ഒരു 15 മിനിറ്റ്സ് ഫിലിം അതൊരു 1 മണിക്കൂർ ഷോർട്ട് ഫിലിം, ഒരു ടെലിഫിലിം ആയിരുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി മച്ച് മോർ ബെറ്റർ. ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിൽ ഈ ഒരു പോയിന്റ് പ്രസന്റ് ചെയ്യണമെന്നുള്ള താങ്കളുടെ ആറ്റിറ്റ്യൂഡിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഞങ്ങൾ വണ്ടംബെഞ്ച് കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അതിനെ കൂടുതലായിട്ടുള്ള റിവ്യൂ അറിയാനുള്ള സമയമാണ്. നമുക്ക് ഇത്തവണ എന്തായാലും സഞ്ജയ് സാർ തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ നന്മ കാണാതിരിക്കാൻ പറ്റില്ല. ഈ സിനിമയിൽ
എടുത്തിരിക്കുന്ന സബ്ജക്റ്റിലെ ഒരു നന്മ. അതായത് ശരിക്കും വീക്കായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ദുർബലരാണ് കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് എന്നുള്ള, അവർക്കാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ള ആ ഒരു മെസ്സേജ് എടുത്ത് ഒരു സിനിമ ചെയ്യാൻ തുനിഞ്ഞതിലെ ഉദ്ദേശശുദ്ധിയെ ആദ്യം അഭിനന്ദിക്കാതെ വയ്യ. കാരണം ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു പ്രായത്തിന് ശേഷം ഇങ്ങനൊരു സിനിമ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലൊരു നന്മയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവിനെ അഭിനന്ദിക്കാതെ തരവില്ല. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പ്രശ്നത്തെ ഒരല്പം കൂടി ആഴത്തിൽ പഠിക്കാമായിരുന്നു എന്ന് തോന്നി. ഇപ്പം മാറ്റ്, ബാറ്റ്, ക്യാറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു പരിവർത്തനം ഉണ്ടായതെന്നുള്ളത് അത്ര കണ്ട് വ്യക്തമായില്ല. നന്നായിട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് എളുപ്പവഴി കണ്ടെത്തിയതുപോലെ തോന്നി. പിന്നെ അത് മാത്രമല്ല, ഈ ചിലർ തമ്മിലുള്ള ഇപ്പോൾ ഒരു അധ്യാപികയുടെ സംസാര രീതികളിലും കാര്യങ്ങളിലും ഒക്കെ ചെറിയ ചില രീതികൾ വരുത്താമായിരുന്നു എന്ന് തോന്നി. പിന്നെ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ ഈസി സ്ക്രിപ്റ്റിംഗ്. അതായത് ഒരു സീൻ കഴിഞ്ഞാൽ 1, 2, 3, 4 പോകുന്ന ഒരു ഈസി സ്ക്രിപ്റ്റിംഗ് ആണ്. അതൊരു കുറ്റമാണെന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ചില സൂചനകളിലൂടെയും ചില എന്താ പറയുക, പറയാതെ പറയപ്പെടുന്ന ചില ദൃശ്യങ്ങളിലൂടെയും മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഈ പറയുന്ന കോൺസെപ്റ്റിനുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യണമായിരുന്നു എന്നെനിക്ക് തോന്നി. ഈ ഒരു സിനിമ പല ഈസി വഴികളുണ്ടായിരുന്നു അവലംബിച്ചു. സ്ക്രിപ്റ്റിംഗിൽ തന്നെ പല എസ്കേപ്പിസും അത് പല രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് തുമ്പിയെ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പോകുന്നു. ആ ഒരു ഏരിയയിൽ തുമ്പിയൊന്നും കാണിച്ചില്ല. ഇപ്പോൾ വളരെയധികം നമുക്കിപ്പോൾ ഗ്രാഫിക്സിലൊക്കെ വളരെ ചെയ്യാവുന്ന, ഇപ്പോൾ തുമ്പി കിട്ടിയില്ലെങ്കിലും തുമ്പിയെങ്കിലും ഒന്ന് പാർപ്പിക്കാമായിരുന്നു. അപ്പോൾ ഒരു തുമ്പിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ 1-2 സീനുകളിൽ ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും അത് ബോധപൂർവ്വം അത് അങ്ങോട്ട് അത്ര കൂടുതൽ അതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് തോന്നി. ഓവറോൾ ആ ഒരു കൺസെപ്റ്റിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ ഒരു ഇതുപോലെ തന്നെ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പരിചയമുള്ളവരുടെയൊക്കെ ഉപയോഗം ആ ഒരു രീതിയിലുള്ള, ഇപ്പോൾ ക്യാമറയാണെങ്കിലും ആ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് സിനിമയിലേക്ക് ആ സിനിമയുള്ള സ്നേഹം കൊണ്ട് തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സഞ്ജയ് നേരത്തെ പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം, ഒരു നന്മ എന്ന് പറയുന്നത് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം ചില സൂചനകൾ പോലും നമുക്ക് ഈ കാലത്ത് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഏത് രൂപത്തിൽ വന്നാലും നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ആകെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു 15 മിനിറ്റ്സ് ഫിലിം അതൊരു 1 മണിക്കൂർ ഷോർട്ട് ഫിലിം, ഒരു ടെലിഫിലിം ആയിരുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി മച്ച് മോർ ബെറ്റർ. ഈ ഒരു ആശയം പറയാൻ ഇപ്പോൾ ശ്രീ നവാസ് പറയുന്ന ചില ടിപ്സ്, അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പക്ഷേ ഒരു 1 മണിക്കൂർ സമയദൈർഘ്യമുള്ളൊരു സിനിമയായിരുന്നെങ്കിൽ കുറച്ചും കൂടി താങ്കൾക്ക് പറ്റിയേനെ എനിക്ക് തോന്നുന്നു. വിഷ്വലി ഒരു വിഷ്വൽ ഡിസൈൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി കുറച്ച് കൺവെൻഷണൽ എന്നല്ല ട്രഡീഷണൽ എന്ന് പറയാവുന്നൊരു രീതിയിലാണ് അതിൻ്റെ ഒരു കോമ്പോസിഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫർ വിചാരിച്ചാൽ മാത്രം മാറില്ല. കാരണം ദി ഹോൾ മേക്കിംഗ് സ്റ്റൈൽ ഈസ് വെരി കൺവെൻഷണൽ. അപ്പോൾ അത് ഇപ്പോഴത്തെ എന്തായാലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വിഷ്വൽ ലാംഗ്വേജിൻ്റെ ചേഞ്ച് കൂടി അതിലേക്ക് അഡോപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഓഡിയോ വിഷ്വൽ ലാംഗ്വേജിൽ ഈ ഒരു പോയിന്റ് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ള താങ്കളുടെ ആറ്റിറ്റ്യൂഡിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു വരി ഇതാണ്, അതായത് അറിവിനെയാണ് പരീക്ഷിക്കേണ്ടത്, അറിവുകേടിനെ പരീക്ഷിക്കരുത് എന്നത് വളരെ ഒരു പിൻ പോയിന്റഡ് സംഭവമാണ്. അപ്പോൾ എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫാദറിൻ്റെ ആംഗിളിൽ നിന്ന് അത് എന്നെ ഇമോഷണലി പലയിടത്തും എന്നെ ടച്ച് ചെയ്യുന്നുണ്ടായി. ബട്ട് ആസ് എ ഫിലിം മേക്കർ ഐ ഹാവ് ഇഷ്യൂസ് ഇൻ ദി മേക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നന്മയും ഒരു ഉദ്ദേശശുദ്ധിയും ഉണ്ട്. എന്തായാലും ഇത് അവൻഗാർഡിന് പേര് കൊടുക്കുമ്പോൾ പോലും ആ പേരിന് പ്രത്യേകത എന്താ, അത് നിലനിൽക്കുന്ന രീതികളെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ ഒരു തിങ്കിങ്ങിനും ആ തോട്ടിൽ രൂപപ്പെട്ട കലാരൂപങ്ങൾക്കുമാണ് അവൻഗാർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ പേര് പറയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ മെസ്സേജാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത് നിലനിൽക്കുന്ന രീതിയല്ല, നിലനിന്നിരുന്ന ഒരു രീതിയിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനോടുള്ള ആ അപ്രോച്ച്, ആ സബ്ജക്റ്റ് എടുക്കാൻ കാണിച്ചൊരു ഇതും, പക്ഷെ നമ്മൾ ചിന്തിച്ച ഒരു
ഇതിൻ്റെ അകത്തല്ല ഇത് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ രീതികളെല്ലാം പണ്ട് നിലനിന്നിരുന്ന ഒരു രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പുതുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടെല്ലിംഗ് രീതികളോ ഇതൊന്നും തന്നെ ഇല്ല. എൻ്റെ ക്രാഫ്റ്റിലില്ല. നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറയാനായിട്ട് ഒരു ഇത് കണ്ടുപിടിച്ചു എന്നല്ലാതെ അതിൻ്റെ ഈ ആർട്ട് ഫോം ഇവിടെ ലാക്ക് ചെയ്തിരുന്നു. ഇതാണ് ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് വന്നെത്തുന്ന ഒരു കൺക്ലൂഷൻ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഏതായാലും മണ്ടൻ ബെഞ്ചിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഇറങ്ങി. ഇനി മണ്ടൻ ബെഞ്ചിനെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട സമയമാണ്. അതിനിപ്പോൾ ഞങ്ങളിവിടുന്ന് മാറേണ്ട ആവശ്യമുണ്ട്. ഞങ്ങളിവിടുന്ന് മാറണം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ജഡ്ജസ് മാർക്ക് ഇട്ടതിന് ശേഷം പ്രേക്ഷകരായ നിങ്ങൾക്ക് മണ്ടൻ ബെഞ്ചിൻ്റെ മാർക്ക് അറിയാം. സർ, എന്താണ് മണ്ടൻ ബെഞ്ചിൻ്റെ മാർക്ക്? അല്ല, നമ്മൾ ചർച്ചയിൽ ഉന്നയിച്ച ഒരു പ്രധാന പ്രോബ്ലം തന്നെയാണ് ആ ഫിലിമിന് നമ്മൾ ടോട്ടൽ ജൂറിയുടെ അഭിപ്രായമായിട്ടും വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിനും നിലനിൽക്കുന്ന ടെല്ലിങ്ങിനും നിലനിൽക്കുന്ന സബ്ജക്റ്റ് എടുക്കുന്ന കാര്യങ്ങളാണ്. ഒരു സബ്ജക്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുന്ന രീതി, എടുക്കുന്ന സബ്ജക്റ്റ്, ഇതിലെല്ലാം വരുന്ന ഒരു ഡിഫറൻസ് ആണ് നമ്മളെ ഷോർട്ട് ഫിലിംസിൽ ത്രില്ലാക്കുന്നത്. പക്ഷേ ഈ ഷോർട്ട് ഫിലിം നമ്മളെ കൊണ്ടുപോയത് ഒരു പരമ്പരാഗതമായ ഇതിലേക്കും പരമ്പരാഗതമായിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്കും ഒക്കെയാണ് എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു തിങ്കിങ്ങിനൊത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാലോ ആ പരമ്പരാഗത ഇതിനും അത് നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് പറയുന്ന ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്തശ്ശി കഥകളുടെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ വാല്യൂ എങ്കിലും കിട്ടണം. അതിന് വാല്യൂ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതും ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ അതിനൊരു റേറ്റിംഗ് ഇതനുസരിച്ച് പെർഫോമൻസും ഡയറക്ഷനും എല്ലാത്തിലും കൂടെ ഒരു 40 മാർക്സാണ് കണ്ടിട്ടുള്ളത്. ഏതായാലും ഇനി നിങ്ങൾ പ്രേക്ഷകരുടെ കൂടെയാണ്. നിങ്ങൾക്കും മണ്ടൻ ബെഞ്ചിനെ വിലയിരുത്താൻ മാർക്കിടാം. ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്രയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇമെയിൽ ഐഡിയിലൂടെയും ഞങ്ങളെ അറിയിക്കുക. ഏതായാലും മറ്റൊരു നല്ലൊരു സിനിമയുമായിട്ട്, ഒരു ഹ്രസ്വ സിനിമയുമായി അടുത്ത വട്ടം വീണ്ടും കാണാം. അതുവരെ ബൈ, ടാറ്റ.